ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടുപോലെ തന്നെ ഒരു ഹോളിഡേ സ്റ്റഡി ചലഞ്ചാണ്. ഹോളിഡേ ഒന്നുമല്ല, ജസ്റ്റ് ഒരു സൺഡേ സ്റ്റഡി ചലഞ്ചാണ്. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് October 4th ആണ്. സീരിയസ്ലി കുറേ ആയി ഞാൻ സൺഡേ ഇരുന്ന് പഠിക്കാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് സ്റ്റഡി വ്ളോഗ്സ് മാത്രമായിരിക്കും, വേറെ ഒന്നും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. ലൈക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒന്നല്ല എടുക്കുന്നത്, ജസ്റ്റ് ഒരു സ്റ്റഡി വ്ളോഗാണ്. രാവിലെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇളനീരുണ്ടായിരുന്നു. ഇതാണ് സൺഡേ വീട്ടിലിരുന്ന അതിൽ ഗുണം എന്ന് പറയുന്നത്, കുറേ സാധനങ്ങൾ ഇങ്ങനെ കഴിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ പഠിക്കാൻ ഇരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 11:32 രാവിലെ. അപ്പോൾ 11:32 ഞാൻ പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ക്ലാസ് കാണുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ സൂപ്പർ കിങ്സ് ബാച്ചിൽ കുറേ ക്ലാസ് എനിക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് ഫിസിക്സിൻ്റെ ഒരു ക്ലാസ് കാണാമെന്ന്. അപ്പോൾ ഞാൻ അതാണ് കാണുന്നത്. സൂപ്പർ കിങ്സ് ബാച്ചിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഏത് എൻട്രൻസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഞാൻ സൂപ്പർ കിങ്സ് ബാച്ചിൽ ജോയിൻ ആയത് +2 + JEE ഒരു ബാച്ചിലാണ്, അതായത് സൂപ്പർ കിങ്സിൻ്റെ 2.2 ബാച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷേ സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് മുതൽ തന്നെ ഞാൻ ഒട്ടും എനിക്കത് ബാക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ബാക്ക്ലോഗ് ആയിട്ടുള്ള ക്ലാസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എനിക്ക് അതുമായിട്ടൊന്ന് കീപ്പപ്പ് ചെയ്ത് പോകാൻ ഒട്ടും പറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ട്. ഇനി എന്തായാലും പറ്റില്ല, കാരണം ആ ബാച്ചിലൊക്കെ എല്ലാ സബ്ജക്റ്റും ഏകദേശം മോർ ദാൻ 10 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതും ഓരോ ചാപ്റ്ററും എന്ന് പറയുന്നത് ഏകദേശം 6 പാർട്ടായിട്ടാണ് അവർ എടുക്കുന്നത്, മോർ ദാൻ 6 ഉണ്ടാവാറുണ്ട്. അതും ഓരോ ലെക്ചേഴ്സും ഓരോ ലൈവ് ക്ലാസ്സും ഏകദേശം 2 hours ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ബാക്കപ്പ് ചെയ്ത് വരണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, സീരിയസ്ലി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പ്ലാനൊക്കെ ആക്കിയിട്ട് എനിക്ക് പറ്റാവുന്ന അത്രയും രീതിയിൽ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വരാനുള്ള ഒരു ശ്രമത്തിലാണ്. എൻ്റെ ഈ ഒരു ശ്രമം എനിക്ക് എല്ലാവരും അറിയിച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പേടിയാണ്. ഐ എം അഫ്രൈഡ് ദാറ്റ് ഈ ഒരു മിഷൻ എനിക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന കളിയാക്കൽ ഓർ സംതിങ് ബുള്ളിങ് ലൈക്ക് ബുള്ളിങ് ഒന്നും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഒരു കളിയാക്കലൊക്കെ എനിക്കത് നേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ ഡോണ്ട് ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. സോ അതുകൊണ്ടാണ് ഞാൻ അത്ര വലിയ രീതിയിൽ നിങ്ങളോട് പറയാതെ ജസ്റ്റ് സൂപ്പർ കിങ്സ് ബാച്ചത്തെ ക്ലാസ് കാണുന്നുണ്ടെന്ന് മാത്രം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സീരിയസ്ലി എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അതായത് എന്നെ അറിയാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ ഐ ആം വെരി താങ്ക്ഫുൾ. ആൻഡ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാനിപ്പോൾ കാണുന്നത് ലൈവ് ക്ലാസ് അല്ല, പേൾ വീഡിയോസ് ആണ്. അത് ബാച്ചിൽ തന്നെ വേറൊരു ഫീച്ചറാണ്, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിരിക്കും. ആൻഡ് മെയിൻലി റെക്കോർഡഡ് ആയതുകൊണ്ട് ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകും. പക്ഷേ ഐ തിങ്ക് പേൾ വീഡിയോസ് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, മോർ ദാൻ ലൈവ് ക്ലാസ്. അപ്പോൾ ഇത് നല്ലോണം ലെങ്ത്തും ഉണ്ട്, അതേപോലെ തന്നെ നല്ല ലെങ്ത് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ലെങ്ത് ഉണ്ട്. സോ ഈ ഒരു ചാപ്റ്റർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് എനിക്ക് 1 week എടുത്തു. കാരണം ഒരു ചാപ്റ്റർ തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ബോറടിക്കും. അതേപോലെ തന്നെ ഇത് കുറച്ച് അധികം ഉണ്ട്. ഐ ഹോപ്പ് ഇന്നായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡേ, ബിക്കോസ് ഞാൻ ഈ പേൾ വീഡിയോയിൽ ആയിട്ട് അവസാനത്തെ റെക്കോർഡഡ് വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം എന്ന് പറഞ്ഞാൽ അത് 1 hour ഒരു വീഡിയോ ആണ്. അതാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 hour വേഗം പോകുന്നുള്ള രീതിയിൽ. പക്ഷേ സീരിയസ്ലി ഞാൻ പറയാമല്ലോ, ഇത് ഞാൻ 2x ഇട്ടിട്ടല്ല കാണുന്നത്. കാരണം ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം പോയിൻറ്റ്സ് ആണ്. ലൈക്ക് വേറൊരു സംസാരമോ ലൈവ് ക്ലാസ് പോലെ വേറൊരു സംസാരമോ ഒന്നുമില്ല, എല്ലാം ക്ലാസ്സാണ്, എല്ലാം പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ 1x ഇട്ടിട്ടാണ് കാണുന്നത്. മാത്രമല്ല എനിക്കിതിൻ്റെ നോട്ടും എഴുതണം. അപ്പോൾ ഒരു സംഭവം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് തിരിച്ച് ബാക്കടിച്ച് കാണുകയും വേണം, അതവിടെ പോസ് ചെയ്ത് ബാക്കി നോട്ട്സ് എഴുതുകയും വേണം. അങ്ങനെ കുറേ സമയം എടുത്തു എന്ന് വെച്ചാൽ സീരിയസ്ലി നല്ലോണം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം കഴിയുമ്പോഴത്തേക്ക് 1:37 ആയിട്ടുണ്ട്, അതായത് ഉച്ചയ്ക്ക് 1:37 ആയിട്ടുണ്ട് ക്ലാസ്സൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്ക്. ആഫ്റ്റർ ദാറ്റ് ഞാൻ ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ചോറും തോരക്കറിയും അതേപോലെ തന്നെ മീൻ പൊരിച്ചതായിരുന്നു. ദാറ്റ്സ് മൈ പെറ്റ് കുഞ്ഞൻ റൈറ്റ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഒരു നാപ്പ് എടുക്കാൻ വേണ്ടി പോയി, പക്ഷെ നാപ്പ് ആയിരുന്നില്ല, ഞാൻ കുറച്ച് നല്ലോണം ഉറങ്ങിപ്പോയി. അപ്പോൾ സമയം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും 4:21 ആയിട്ടാണ്. ഞാൻ എത്രത്തോളം ഉറങ്ങിയെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഏകദേശം നല്ലോണം തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് എഴുതാന്ന്. ഉറക്കത്തിൽ എണീച്ചപ്പാട് പഠിക്കാനിരുന്നാൽ എൻ്റെ തലയിൽ ഒന്നും കയറില്ല. സോ ഞാൻ കെമിസ്ട്രി റെക്കോർഡ് എടുത്ത് എഴുതാനായിരുന്നു. ഇതിന് മുന്നേ ഞാനിട്ട സ്റ്റഡി വ്ളോഗ്, ലോങ് വീഡിയോ ആയിട്ടിട്ട സ്റ്റഡി വ്ളോഗിൽ ഞാൻ കെമിസ്ട്രി റെക്കോർഡ് തന്നെയാണ് എഴുതുന്നത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാൾട്ട് 2 വരെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി 6 സാൾട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 വരെ മാത്രമേ ഞാൻ റെക്കോർഡിൽ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റെക്കോർഡ് വാങ്ങിച്ചിട്ടാണ് എഴുതുന്നത്. ബിക്കോസ് എൻ്റെ ലാബ് നോട്ട് കാണുവാനില്ല ഗൈസ്, ഇവിടെ നോക്കിയിട്ട് അത് കാണുന്നില്ല. അപ്പോൾ ഞാനത് എഴുതാൻ തുടങ്ങി. കുറേ ഉണ്ട്, നിങ്ങൾ +2 സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ മനസ്സിലാവും. സാൾട്ട് അനാലിസിസിൻ്റെ റെക്കോർഡൊക്കെ കുറേ ഉണ്ട് എഴുതാൻ. ഞാൻ പിന്നെ അത്ര വലിയ തിരക്കിട്ടിട്ട് എഴുതിയിട്ടില്ല, ജസ്റ്റ് സാധാരണ എഴുതുന്ന പോലെ സൈഡിലൊരു പാട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയതാണ്. അപ്പോൾ എഴുതുമ്പോൾ മെല്ലെ തന്നെ എഴുതിയത്, കാരണം ഉറക്കത്തിൽ നിന്ന് എണീച്ചതേ ഉള്ളൂ. അപ്പോൾ സ്പീഡ് നല്ല സ്ട്രെസ്സൊക്കെ കൊടുത്താൽ എൻ്റെ തല എന്നോട് പോയിട്ട് പണിയുണ്ടോ നോക്കാൻ പറയും. സോ ഞാൻ മെല്ലെ എഴുതി. അങ്ങനെ 5 സാൾട്ട് ഞാൻ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 6ാമത്തെ സാൾട്ട് എഴുതണോ വേണ്ടയോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം എല്ലാം എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കാമല്ലോ.
പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് അതിനെ സമ്മതിച്ചില്ല. എന്താ വെച്ചാൽ 5ാമത്തെ സാൾട്ട് എന്ന് പറയുന്നത് അമോണിയം കാർബണേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് പ്ലസ് ടു സ്റ്റുഡൻസ് ആണെങ്കിൽ മനസ്സിലാവും. ആദ്യത്തെ ആനയോണും അതേപോലെ തന്നെ ആദ്യത്തെ കാറ്റയോണും ആണത്. അപ്പോൾ ചെറിയൊരു റിപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ വെച്ച് അങ്ങ് നിർത്തി. കെമിസ്ട്രി റെക്കോർഡ് തീരുന്നത് ഏകദേശം സമയം 6:21 ആകുമ്പോഴാണ്. കറക്റ്റ് 2 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്. ആൻഡ് അതിനുശേഷം ഞാനൊരു ചായ കുടിച്ചു. ബിക്കോസ് ചായ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധിക്കുക, ഞാൻ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു സ്റ്റഡി ചലഞ്ച് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാണ്. അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു 50 ഡേയ്സ് ചലഞ്ച്, 60 ഡേയ്സ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വിയേർഡായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിയേർഡായിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റഡി ചലഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് കമൻറ്റ് ആയിട്ട് ഇട്ടാലും മതി. പറ്റുവാണെങ്കിൽ ആ ഒരു പോസ്റ്റിനെ കമൻറ്റ് ഇട്ടാൽ അപ്പോൾ ഞാൻ ചെയ്യാൻ നോക്കാം. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഐ ടുക്ക് എ ബാത്ത്. ദെൻ വീട്ടുകാരെല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഒരു മുഗു വാങ്ങിച്ചിട്ട് വരണം, പൈനാപ്പിൾ ഫ്ലേവറിൻ്റെ. ആൻഡ് അവർക്ക് കിട്ടിയത് കുക്ക് ആയിരുന്നു. ഐ ഡോണ്ട് നോ ഇത് എന്താ സംഭവം എന്നറിയില്ല. നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇതൊരു വിയറ്റ്നാമീസ് പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ അനിയനെ കൊണ്ട് ഓപ്പൺ ആക്കി വെച്ച് ഞാനത് കുടിച്ചു. ഐ റിയലി ലവ് ദീസ് ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ്. അതായത് മെയിൻലി എനിക്ക് പൈനാപ്പിൾ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല എനിക്ക് ജ്യൂസിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കടിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ലവ് ദിസ് വൺ. ശരിക്കും നല്ല വാങ്ങേണ്ടിയിരുന്നു. ആഫ്റ്റർ സ്പെൻഡിങ് కొంచెം ടൈം വിത്ത് മൈ ഫാമിലി ഞാൻ വീണ്ടും പഠിക്കാനിരിക്കുന്നത് 8:18 ഞാനിങ്ങനെ സമയം കാണിക്കുന്നത് എന്താ വെച്ചാൽ ഐ റിയലി വാണ്ട് ടു കാൽക്കുലേറ്റ് ഹൗ മച്ച് ടൈം ഐ സ്റ്റഡിഡ്. എനിക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടൈം കാണിക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കും. എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, സുവോളജിയുടെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു എക്സാം ഉണ്ട്. സോ ഞാൻ ആ ക്ലാസ്സിലൊട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു ക്ലാസ് ഉണ്ട് പഠിക്കാമെന്ന്. അപ്പോൾ ബയോളജിക്ക് ഞാൻ മെയിൻലി നോക്കാറ് എക്സാം വിന്നറിൻ്റെ ക്ലാസ്സാണ്. എനിക്ക് സൈലത്തിൻ്റെ അഗ്നി ബാച്ച് ഉണ്ടെങ്കിലും ഐ പ്രിഫർ ബയോളജി ഫ്രം എക്സാം. അപ്പോൾ ഇതിന് മുന്നേ ഞാനിട്ട സ്റ്റഡി വ്ളോഗിൻ്റെ ലോങ് വീഡിയോയിൽ ഞാൻ ഈ സുവോളജിയുടെ നോട്ട് എഴുതുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതിയത് എന്തുകൊണ്ടും നല്ലതായി എന്ന് എനിക്ക് തോന്നിയത് ഇന്നാണ്. അതായത് ഇപ്പോൾ അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ ഹാവ് നോട്ട്സ്. അപ്പോൾ അവർ ക്ലാസ് എടുക്കുമ്പോൾ നോട്ട്സും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ സുവോളജി ബോട്ടണീനെക്കാട്ട് കുറച്ച് ഈസി ആണെങ്കിലും ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടൊക്കെ ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മെയിൻലി എനിക്ക് ബയോളജി ഒട്ടും പറ്റാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈസി ആയിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ പാർട്ടൊക്കെ ഭയങ്കര കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ശേഷമുള്ള ഡിസീസസിനെ കുറിച്ച് പറയുന്നതൊക്കെ എനിക്ക് നല്ല ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 9:27 ആകുമ്പോൾ എനിക്ക് ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ശേഷം ഐ ഹാഡ് സപ്പർ. അതിനുശേഷം ഞാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിച്ചില്ല. ബിക്കോസ് കുറേ ടൈം ഞാൻ സ്ക്രീനിൻ്റെ മുന്നിൽ തന്നെ ആയതുകൊണ്ട് കണ്ണൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ നല്ല ടയേർഡായിരുന്നു. സോ ഞാൻ കിടക്കാമെന്നാണ് വിചാരിച്ചത്. സീരിയസ്ലി ഐ എം വെരി താങ്ക്ഫുൾ ടു മൈസെൽഫ് ബിക്കോസ് ഐ സ്റ്റഡീഡ് എ സൺഡേ. ഇതും ഏകദേശം 5 മണിക്കൂറും 14 മിനിറ്റും. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കി എത്ര ടൈമാണ് ഉണ്ടായെന്ന്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.